ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ ഇന്ന് ഒരല്പം ആരോഗ്യപരമായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മളിന്ന് അടുക്കളയിലേക്കാണ്. പണ്ട് കാലത്തൊക്കെ ഒരു കുടുംബത്തിൻ്റെ മൊത്തം ആരോഗ്യം നോക്കിയിരുന്നത് കുടുംബത്തിലെ സ്ത്രീകളായിരുന്നു. ഇന്ന് കാലം മാറി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീകൾ മാറിയതുകൊണ്ട് സ്ത്രീകളെ കൊണ്ട് മാത്രം ആരോഗ്യപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും കുടുംബത്തിൻ്റെ മൊത്തം നോക്കുക എന്നുള്ളത് അസാധ്യമാണ്. കാരണം എല്ലാവർക്കും തിരക്കാണ്, എല്ലാവർക്കും ജോലിയുണ്ട്, മറ്റ് പല കാര്യങ്ങളുമുണ്ട്. സാമൂഹികപരമായും ജോലിയും എല്ലാം ഉള്ളതുകൊണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീകൾ മാറിയപ്പോൾ സ്വാഭാവികമായും സ്ത്രീകളെ കൊണ്ട് മാത്രം അത്തരം ജോലികൾ പൂർണ്ണമായും ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. അതിനാൽ നമ്മുടെ ആരോഗ്യം ഒരു കുടുംബത്തിൻ്റെ പ്രധാനമായും നമ്മൾ സൂക്ഷിക്കേണ്ടത് അടുക്കളയിൽ നിന്ന് തന്നെയാണ്. അടുക്കളയിലെ ക്ലീനിങ്ങും മറ്റ് പല പരിപാടികളും വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കുടുംബത്തിലെ എല്ലാവരും രോഗികളായി തീരുമെന്നുള്ളതിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളിലുള്ള മെഷീനറികളും ഫ്രിഡ്ജുകളുമൊക്കെ. അത് യഥാസമയം ഒരു മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ എങ്കിലും നിർബന്ധമായും അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു ദൗത്യം തന്നെയാണ്. നമ്മൾ തിരക്ക് പിടിച്ചുള്ള ജീവിതത്തിൽ ഓരോ ഭക്ഷണ സാധനങ്ങളും ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്തേക്ക് തള്ളി അടച്ച് നമ്മൾ പൂട്ടിക്കെട്ടി പോകുമ്പോൾ അതിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് കണ്ടറിഞ്ഞ് തന്നെ പോകേണ്ടതാണ്. ഫ്രിഡ്ജ് ഓരോ മാസവും നിർബന്ധമായും നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിനുള്ളിൽ ഉണ്ടാകുന്ന ബാക്ടീരിയകളും മറ്റും നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ കലർന്ന് നമ്മളുടെ ആമാശയത്തെ വലിയൊരു കുഴപ്പത്തിലേക്ക് എത്തിച്ചേർക്കുമെന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വിവരിക്കേണ്ടതില്ല. അതിനാൽ ഇന്നൊരു ദിവസം ഫ്രിഡ്ജിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു ദൗത്യവുമായി ഞാൻ രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെട്ടു. അത്തരം ചില കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് ഇതിന് മാത്രം എന്താണ് പറയാനുള്ളത് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. എന്നിരുന്നാലും നമ്മളുടെ ആരോഗ്യ രംഗത്തുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ വച്ചിരിക്കുന്ന സാധനങ്ങൾ ചിലത് ഫ്രീസറിലാണെങ്കിൽ ഐസായിട്ടിരിക്കും, മറ്റുള്ളിടത്തിലാണെങ്കിൽ ഐസാകുകയില്ല. ഇതിനിടയിൽ കറണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ചെരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടന്ന് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഫ്രിഡ്ജിൻ്റെ ഇടയിലുമൊക്കെ ആയി അത് അവിടെ ഇരുന്ന് ഫംഗസ് വന്ന് പൂപ്പലുമൊക്കെയായി തീർന്ന് നമ്മളെ വീണ്ടും വയ്ക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് ഈ ബാക്ടീരിയകൾ പടരാൻ കാരണമാകും എന്നുള്ളതാണ് യഥാർത്ഥ കാരണം. അപ്പോൾ ഫ്രിഡ്ജ് കൃത്യമായും നമ്മൾ കഴുകി തുടച്ച് ക്ലിയർ ആക്കിയില്ലെങ്കിൽ ഇത്തരം ചില അസുഖങ്ങളിലേക്ക് നമ്മളുടെ ശരീരവും നമ്മളുടെ കുടുംബത്തിലെ ഓരോരുത്തർക്കും മറ്റ് പ്രശ്നങ്ങളും വന്നു ചേരും. അതിനാൽ ഫ്രിഡ്ജ് ഇന്ന് ക്ലിയറാക്കി ഓരോ പാർട്സുകളും ഇപ്പോഴത്തെ ഫ്രിഡ്ജുകളുടെ ഒക്കെ എല്ലാ സാധനങ്ങളും നമുക്ക് പീസായി മാറ്റിക്കൊണ്ടുപോയി കൃത്യമായി കഴുകി കൊണ്ടുവയ്ക്കാവുന്നതാണ്. അല്പം വലിയ ഫ്രിഡ്ജുകളൊക്കെ ആണെങ്കിൽ കുറേ അധികം പാർട്സുകൾ ഉണ്ടാകും എന്നത് മാത്രമാണ് പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായും സ്ത്രീകൾ തന്നെ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കൊണ്ട് കഴിയാതെ വരും. തന്നെയുമല്ല, ഒരു വീട്ടിലെ പണികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാത്രം ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്കുള്ള പണികളാണല്ലോ. പ്രത്യേകിച്ചും ഇന്ന് എല്ലാ മെഷീനറികളും സൗകര്യങ്ങളും ഉണ്ട് എങ്കിലും കൃത്യതയോടെ നമ്മൾ എത്രമാത്രം സൂക്ഷിക്കുന്നുവോ അത്രമാത്രം നമ്മളുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. അങ്ങനെ ഞാൻ ഓരോ പാർട്സുകളും എടുത്തുകൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി ചില പാർട്സുകളൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കിയാണ് റീസെറ്റ് ചെയ്യുന്നത്. അങ്ങനെ വളരെ മനോഹരമായി ഓരോന്നോരോന്നായി ഞാൻ അങ്ങനെ കഴുകി ഉണക്കിയ പാർട്സുകൾ റീസെറ്റ് ചെയ്യുകയാണ്. എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ഇതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മളുടെ ആരോഗ്യം നമ്മളുടെ മാത്രം സ്വത്താണ്. അത് നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇത്തരം കാഴ്ചകളും വീഡിയോകളുമൊക്കെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പച്ചപ്പാണിൻ്റെ സന്തോഷം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം, അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ എന്നിട്ട് ആ ഓൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തും. അത് ഇഷ്ടമാണെങ്കിൽ കാണുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ മുഴുവൻ ഇന്ന് ഈ ഒരു ഫ്രിഡ്ജിനകത്ത് കയറിക്കൂടി അതിനെ ഒന്ന് ക്ലിയറാക്കി റീസെറ്റ് ചെയ്ത് ബാക്കി എല്ലാ സാധനങ്ങളും തിരികെ എടുത്തു വയ്ക്കുന്നത് ഭാര്യയെയും ഏൽപ്പിച്ച് ഞാൻ അതൊന്ന് ക്ലിയറാക്കി വൈൻഡപ്പ് ചെയ്യുകയാണ്. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇത്തരം
വീഡിയോകൾ ഇനിയും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കും. നമ്മളുടെ ആരോഗ്യം നമ്മളുടെ അടുക്കളയാണ് എന്നുള്ളതിന് പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ല. എന്നെ കണ്ട നിങ്ങൾക്കേവർക്കും സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.